സോഷ്യോളജിയിൽ ആൻസർ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് എങ്ങനെയെല്ലാം എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റൈറ്റ്, എങ്ങനെയെല്ലാം ഏതെല്ലാം ടൈപ്പിൽ എന്ത് ചെയ്യാം ഇൻട്രൊഡക്ഷൻസ് എഴുതാം നമുക്ക് നോക്കാം. സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് സോഷ്യോളജിയിൽ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. സോ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഇൻട്രൊഡക്ഷന്റെ ബേസിക്കലി 4 ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 ടൈപ്പ് മാത്രമല്ല, അതിലും കൂടുതൽ ടൈപ്പുകളുണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പതുക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 8ഓളം ടൈപ്പ് അല്ലെങ്കിൽ 10 അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ പോപ്പുലർലി നമ്മൾ കാണുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഈ 4 രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. റൈറ്റ്, ഒന്ന് ടൈപ്പ് 1 എന്ന് പറയുന്നത് ഡെഫിനിഷൻ മോഡ് എഴുതുക എന്നുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു തിയറി ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു, റിലീജിയനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സെക്യുലറിസവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ് എന്റെ സജഷൻ ഉള്ളത്. ക്ലിയർ ആണെന്നോ ഞാൻ ഈ പറയുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഡെഫിനിഷൻ ബേസ്ഡ്. അപ്പൊ എന്തിനാ ഡെഫിനിഷൻ എഴുതുന്നത്? ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി വളരെയധികം പഞ്ച് നൽകുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് 4 രൂപത്തിൽ എന്ത് ചെയ്യാം, പ്രൈമറിലി 4 രൂപത്തിൽ എഴുതാന്ന് പറഞ്ഞു. ഒന്ന് ഡെഫിനിഷൻ മോഡ്, അതിന്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് വൺ കമ്പാരിസൺ മോഡ്. എന്താണ് ഈ കമ്പാരിസൺ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? കമ്പാരിസൺ മോഡ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻസ് കമ്പാരിസൺ മോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് വൺ എന്ന് പറയുന്നത് ഡേറ്റ ഓർ ഫാക്ട് ഇൻക്ലൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. ഫോർത്ത് വൺ ജനറൽ ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ആൻസർ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ എക്സാമ്പിൾ വെച്ച് പഠിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ മോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, തിങ്കേഴ്സിനെ കൊണ്ടുവരാം. തിങ്കേഴ്സ് പെർട്ടിക്കുലർ പേഴ്സൺ, ഫോർ എക്സാമ്പിൾ മാർക്സ് പറഞ്ഞു എന്നോ അക്കോർഡിംഗ് ടു മാർക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പറയാറില്ലേ, നമ്മൾ എഴുതാറില്ലേ, ഇതാണ് നമ്മൾ മാർക്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെഫിനിഷൻ വെച്ച് എഴുതുക എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു മാർക്സ് ഇന്നൊരു ഡെഫിനിഷൻ എന്താണ് റിലീജിയൻ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺസെപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എക്സാമിനറിന് ഉണ്ടാവുന്ന ഒരു കോൺസെപ്റ്റ് എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സോ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡെഫിനിഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഞാൻ സോഷ്യോളജി അറിയേണ്ട സോഷ്യോളജി കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഒരു 2 ബുക്ക് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ബേസിക് ടോപ്പിക്സിനെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ ബുക്ക് ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കൺക്ലൂഷൻ ബുക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് ഈ സീരീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കൺക്ലൂഷൻ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതെല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് നമ്മൾ തിങ്കേഴ്സിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളത്. ദെൻ ഇതിനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളിവിടെ നോക്കൂ, ടോപ്പേഴ്സിന്റെ ഒരു ആൻസർ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഈസ് കൺവീനിയന്റ് അപ്രോച്ച് ടു ഗ്യാദർ ഇൻഫർമേഷൻ പെർട്ടിക്കുലർലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, പിന്നെ അങ്ങനെ പോകുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും അതിന്റെ അഡ്വാൻറ്റേജസും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, നമ്മൾ പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷൻ എന്താ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നു. ഇതാണ് ഡെഫിനിഷൻ മോഡൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ. പക്ഷെ ഈ ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം മറ്റൊന്നല്ല, കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഇത് എന്താണ് നിങ്ങൾക്കുള്ള കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ത് ചെയ്യും, എക്സാമിനറിന് കുറെ കൂടി എന്ത് ചെയ്യും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഡെഫിനിഷൻ മോഡൽ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ദെൻ സെക്കൻഡ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് മോർ ദാൻ 150 വേർഡ്സ്. ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഐ മീൻ ഒരു ഫസ്റ്റ് ക്വസ്റ്റിന്റെ സെറ്റിലാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് അല്ല. നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആർഗ്യൂ ദാറ്റ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്താണ്, സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഹാസ് ഇവോൾവ് ത്രൂ ദ എപ്പോക്ക് ഓഫ് ടൈം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സോഷ്യോളജിയുടെ സ്കോപ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. എഗെയിൻ നമ്മൾ ആൻസർ എഴുതുന്നത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. നമ്മൾ ആൻസർ എഴുതുന്നത് സോഷ്യോളജി എന്താന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പം ഇതാണ് ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്.
ദെൻ സെക്കൻഡ് വൺ കമ്പാരിസൺ. ഈ കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്താ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഹൗസ് ഹോൾഡും ഫാമിലിയും തമ്മിലൊരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം, അല്ലെങ്കിൽ റിലീജിയൻ ആൻഡ് സയൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ട്രഡീഷണൽ വിസസ് മോഡേൺ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു, അല്ലെങ്കിൽ നമ്മളോട് എന്ത് ചെയ്യാം പോസിറ്റിവിസം വിസസ് എന്താണ് നോൺ പോസിറ്റിവിസം എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഈ രണ്ടിന്റെയും ഡെഫിനിഷൻസ് എന്ത് ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്ന നല്ലത്. അപ്പൊ ശ്രദ്ധിക്കണേ, ഡെഫിനിഷന് റൂൾ ഉണ്ട്. ആ റൂൾ എന്ന് പറയുന്നത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 to 3 ലൈനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും. എന്നാൽ 20 മാർക്സിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് അത് 5 to 6 വരെ എഴുതാൻ വേണ്ടി പറ്റും. 1 2 3 4 5 6 അതിങ്ങനെ തന്നെ എഴുതാൻ നിർബന്ധമില്ല. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം കമ്പാരിസൺ ക്വസ്റ്റ്യൻ വരിക. ആദ്യം നമ്മൾ എന്താണ് പോസിറ്റിവിസം എന്ന് പറയുന്നു, ദെൻ നമ്മൾ നോൺ പോസിറ്റിവിസം എന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പരിഗണിക്കും. അപ്പൊ ഓർത്ത് വയ്ക്കാം, രണ്ട് തരത്തിൽ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചു ഡെഫിനിഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പഠിച്ചു. രണ്ടാമതായി നമ്മൾ പഠിച്ചത് എന്താണ് കമ്പാരിസൺ ബേസ്ഡ്. കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതുന്നത് എപ്പോഴും എന്തായിരിക്കണം, ക്വസ്റ്റ്യനും ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമ്പാരിസൺ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് കൊടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഇവിടെ നോക്കൂ, വാല്യൂസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഫാക്ട്. രണ്ട് പോയിന്റുകളോട് പറഞ്ഞു, വാല്യൂസിനെയും അതുപോലെ തന്നെ എന്താണ് ഫാക്ടിനെയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും എന്തായിരിക്കും കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിക്കോളം നിർബന്ധമില്ല. ചിലത് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ വന്നേക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഫാക്ട് എന്താന്ന് പറയുന്നു, വാല്യൂസ് എന്താന്ന് നമ്മൾ പറയുന്നു. നോക്കൂ, ഇവിടെ നോക്കൂ, വളരെ കറക്റ്റ് ആയിട്ട് 1 2 3 1 2 3. റൈറ്റ്. ഇത് നിങ്ങൾ കൂട്ടണ്ട. അപ്പൊ എന്താ ചെയ്യാ, 6ഓളം 6 ലൈൻസിൽ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞു. റൈറ്റ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. റൈറ്റ്. മാക്സിമം നിങ്ങൾക്ക് 7 വരെ ലൈൻ വരെ പോവാം. അതിൽ കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് കമ്പാരിസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കാണാറുള്ളത് 20 മാർക്കിനാണ് കാണാറുള്ളത്. അവിടെ നിങ്ങൾക്ക് മാക്സിമം 7 ലൈൻ വരെ പോവാം. പക്ഷെ എപ്പോഴും 6 ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങൾ. അപ്പൊ ഇതാണ് നമ്മൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇത് തേർഡ് ടൈപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഡിയോഗ്രാഫിക് അതുപോലെ തന്നെ നോമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇവിടെ രണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ട് തരത്തിലുള്ള എന്താണ് റാഡ്ക്ലിഫ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഇത് കൊടുക്കുന്നു. എന്താണെന്നുള്ളൊരു ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ 2 അപ്രോച്ചസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇത് ഫീച്ചേഴ്സ്. എന്താണ് രണ്ടിനെയും ക്ലബ് ചെയ്യുന്ന രൂപത്തിലുള്ള എന്താണ് രണ്ടിനെയും ക്ലബ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ തന്നെ എഴുതാമെന്നില്ല. എന്താണ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ നോമാറ്റിക് അപ്രോച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പിന്നെയും ഡിഫൈൻ ചെയ്യാം. ഈ രൂപത്തിൽ ചെയ്യുന്നതാണ് നമ്മൾ കമ്പാരിറ്റീവ് ആയിട്ടുള്ളത് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ സ്റ്റൈൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്താ നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്റ്റൈൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ കൊണ്ടുവരിക. റൈറ്റ്. ഫാക്ട് കൊണ്ടുവരിക. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റൈലിൽ സാധാരണഗതിയിൽ പേപ്പർ 1 സാധാരണ കുറവായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഇനി കാണുകയാണെങ്കിൽ തന്നെ 5 മൊഡ്യൂളിന് ശേഷം അല്ലെങ്കിൽ 6ാമത്തെ മൊഡ്യൂളിലൊക്കെ ആയിരിക്കും, 6th മൊഡ്യൂളിന് ശേഷമായിരിക്കും നമ്മൾ 6th to 10th മൊഡ്യൂളിലായിരിക്കും സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത്, ഡേറ്റ വെച്ച് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം. ഇനി അങ്ങനെ മാത്രം നിർബന്ധമില്ല കേട്ടോ. ഇപ്പൊ ഡോക്യുമെന്റ് സൂയിസൈഡ് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡേറ്റ നിങ്ങൾക്ക് പറഞ്ഞു ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ സാധാരണഗതി പക്ഷെ പേപ്പർ 2ൽ നമുക്ക് പല സ്ഥലത്തും ഈ ഡേറ്റ വെച്ചോ ഫാക്ട് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. പേപ്പർ 2ൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം പ്രിഫറബിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് പേപ്പർ 2ൽ പല സ്ഥലങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ ഈ ഡേറ്റ ഫാക്ട് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ഡേറ്റ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ മെൻഷൻ ചെയ്യണം. NSS ആണോ, സെൻസസ് ആണോ, യുനെസ്കോയുടെ റിപ്പോർട്ടുകളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകളാണോ എന്നൊക്കെ നിങ്ങൾ വളരെ കറക്റ്റായി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അതിന്റെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ trajectory of urban development is major reasons for environmental issues in urban area. Discuss.
ഇവിടെ അക്കോർഡിംഗ് ടു ദ വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് കറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യുന്നു. ടോപ്പർ എന്ത് ചെയ്യുന്നു മെൻഷൻ ചെയ്യുന്നു എന്താണെന്നുള്ളത്. ഇന്ത്യൻ സിറ്റീസ് ലൈക്ക് ന്യൂഡൽഹി, കൊൽക്കത്ത ആർ എമംഗ് ദ ടോപ്പ് 10 മോസ്റ്റ് പൊല്യൂട്ടഡ് urban സിറ്റീസ്. ഏതാണ് ഏരിയ എന്ന് പറയും, ഇവിടെ നിന്ന് എടുത്ത ഡേറ്റ എന്ന് പറയുന്നു, എന്താണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു മെൻഷൻ ചെയ്യുന്നു. റൈറ്റ്, ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പൊ ഇവിടെ urban ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത്, ഫിഫ്ത് ചാപ്റ്റർ ഒന്നും urban ഡെവലപ്മെന്റ് ഇല്ല, പിന്നീടാണ് ഡെവലപ്പ് ചെയ്യുന്ന ഈ കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സെക്കൻഡ് പേപ്പറിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് പേപ്പറിൽ പോകുന്ന സമയത്ത് അർബനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള വരുന്നുണ്ട്, അവിടെ നമുക്ക് ഡേറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇതിനു വേണ്ടി ഡേറ്റ ഡെവലപ്പ് ചെയ്യണ്ട. നിങ്ങളുടെ GS പഠിക്കുന്ന പല ഡേറ്റകളും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. നിങ്ങളുടെ നിങ്ങളുടെ GS പഠിക്കുന്ന പല ഡേറ്റയും നിങ്ങൾ അവിടെ കൊണ്ടുവരാം, സോഷ്യോളജി കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അല്ലാതെ കുറെ നിങ്ങൾ കറണ്ട് അഫെയർ ഇതിനു വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ട ചെയ്യേണ്ടത്, മറിച്ച് GS പഠിക്കുന്ന കറണ്ട് അഫെയർ എല്ലാം നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യാം കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതാണ് ബ്രില്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ നിങ്ങൾ, how do online platforms contribute to the dynamic of social and political changes in contemporary society? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് പെർസെന്റേജ് ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സിന്റെ കേസിൽ 52% പറഞ്ഞു, ആസ് പെർ ഇന്റർനെറ്റ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് 2022. ഞാൻ പറഞ്ഞു എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏത് റിപ്പോർട്ടിലാണ് പറഞ്ഞതെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അവിടെ മാർക്ക് കിട്ടും. റൈറ്റ്, അപ്പൊ ഇൻട്രൊഡക്ഷൻ നമുക്ക് 3 തരത്തിൽ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഡെഫിനിഷൻ മോഡൽ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായി. കമ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കമ്പാരിസൺ വെച്ച് ചെയ്യാമെന്ന് മനസ്സിലായി. ആൻഡ് തേർഡ് വൺ നമ്മൾ പഠിച്ചത് ഡേറ്റ വെച്ചോ ഫാക്ട് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ എന്താ പറയുന്നത്, അടുത്ത ടൈപ്പ് എന്താ, ജനറൽ മോഡ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ജനറൽ മോഡാണ് നമ്മൾ പഠിക്കുന്നത്. ജനറൽ മോഡ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചില ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ കാഷ്വൽ ആയി എഴുതുന്ന സമയത്തും എന്ത് ചെയ്യണം, അവിടെ സോഷ്യോളജിക്കൽ വൊക്കാബുലറി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കസ് ദി ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ എൻടൈറ്റിൽമെന്റ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ആൻസർ വന്നിരിക്കുന്നത് ഹെട്രോസെക്ഷൽ ബൈനറി ഐഡന്റിഫിക്കേഷൻസ് ഓഫ് ജെൻഡർ പ്രോസസ് several issues related to right and entitlement of transgenders. അപ്പൊ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ചാണെങ്കിൽ, ഇവിടെ ബൈനറി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഹെട്രോസെക്ഷൽ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനെ ഹെട്രോസെക്ഷൽ എന്ന് കണക്ട് ആക്കി ബൈനറി എന്ന പോയിന്റ് കൊണ്ടുവന്നു, ജെൻഡർ എന്ന പോയിന്റ് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് അവിടെ കൊണ്ടുവന്ന് അതിനെ സോഷ്യോളജിക്കലി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. റൈറ്റ്, ഇതൊരു ഐഡിയ ആയിട്ടുള്ള ഒരു എന്താ പറയുക എക്സാമ്പിൾ അല്ല, എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറലി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, ഡിസിഷൻ ഓഫ് എബിലിറ്റി ഓഫ് വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലേബർ ഫോഴ്സ് ഈസ് ഔട്ട്കം ഓഫ് വേരിയസ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇന്ററാക്ട് ഇൻ കോംപ്ലക്സ് ഫാഷൻ അറ്റ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ലെവൽ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, എക്കണോമിക് ഫാക്ട് ഓഫ് വിമൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ഗൈഡഡ് ബൈ സോഷ്യൽ ഫാക്ട് ഓഫ് വിമൻസ് ഐഡന്റിറ്റി, സ്റ്റേറ്റസ്, പൊസിഷൻ ഇൻ സൊസൈറ്റി. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പം നമുക്ക് പല സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ നമുക്ക് ഡെഫിനിഷൻ ബേസ്ഡ് എഴുതാൻ വേണ്ടി പറ്റില്ല, ഡേറ്റ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പാരിസന്റെ ആവശ്യം ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസിൽ. അങ്ങനെ വരുന്ന പല സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജനറൽ ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. റൈറ്റ്, ഇനിയും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കോഡ് ബേസ്ഡ് സോഷ്യോളജിക്കൽ കോട്ടുകൾ, ഇപ്പൊ തിങ്കേഴ്സ് ഉപയോഗിക്കുന്ന കോട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. കോട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻസ് ഉണ്ട്. ഭാവിയിൽ വരുന്ന സമയത്ത് ഞാൻ ഓരോ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സോ പ്രൈമർലി ഈ 4 തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻസ് എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ 4 എന്ന് ചോദിച്ചാൽ 4 തരത്തിലാണ്. ഒന്ന് ഡെഫിനിഷൻ ബേസ് നമുക്ക് എഴുതാം, 2 കമ്പാരിസൺ ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും, 3 നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡേറ്റ ഓർ ഫാക്ട്സ് ഉപയോഗിക്കാം, 4 നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. 5ാമത് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, കോഡ് ബേസ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ ഒരു കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കോട്ട് വെച്ച് എഴുതാറുണ്ട്. മാർക്സ് പറഞ്ഞത് ഡർക്കിൻ പറഞ്ഞതായിട്ടുള്ള കോട്ടുകൾ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, ഇപ്പം ആൻസറിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, കോട്ടായിട്ട്
അവരെന്ത് ചെയ്യും, ലൈൻ എഴുതി വെച്ചിട്ട് ദെൻ അവരെന്ത് ചെയ്യും, പോയിന്റിലേക്ക് എഴുതുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. നല്ലൊരു സ്റ്റൈലായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. റൈറ്റ്. സോ അതിൽ നിങ്ങൾ കുറെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. അവിടെ കുറച്ചൊരു അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. കുറെ കോട്ടുകൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല, ട്വിസ്റ്റ് ആവാൻ വേണ്ടി പാടില്ല, ചേഞ്ച് ആയാൽ പ്രശ്നമാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 5 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പ്രൈമറിലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടി പറ്റും.